Hello viewers, Namaste, welcome back to my video. എൻ്റെ പേര് ഗംഗ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്ന സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അപ്പോൾ ഇതിനകത്ത് ഞാൻ കാണിക്കുന്ന അദാനി എൻ്റർപ്രൈസിലാണ് സ്വിംഗ് ട്രേഡിങ്ങിൽ നമുക്ക് വന്ന സിഗ്നലിൻ്റെ ഡീറ്റെയിൽസാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നമുക്ക് സ്വിംഗ് ട്രേഡിംഗ്, ഇൻട്രാഡേ, അതുപോലെ സ്കാൽപ്പിംഗ് എല്ലാ മെത്തേഡ് ഇതെല്ലാം നമുക്ക് ഒരേ സ്ട്രാറ്റജി ചെയ്യാവുന്നതാണ്. അതുപോലെ ഇതിനകത്ത് നമുക്ക് ഈ ഓപ്ഷൻസ്, ഇക്വിറ്റീസ്, കമ്മോഡിറ്റീസ്, ഫോറക്സ്, കോമെക്സ്, NCDEX, ക്രിപ്റ്റോ കറൻസീസ് എല്ലാം നമുക്ക് ഇതേ സോഫ്റ്റ്വെയറിൽ കാണാനും പറ്റും. അപ്പോൾ ഇതെല്ലാം റിയൽ ടൈമിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാൻ അത് ലൈവായിട്ട് പെർഫോമൻസ് കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുക. 9061973737 താഴെ ഡിസ്പ്ലേ ആവുന്നുണ്ട്. അതുപോലെ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ വാട്സപ്പിൻ്റെ ഡയറക്റ്റ് ലിങ്ക് ഇട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, ഡയറക്റ്റ് ചാറ്റിലോട്ട് വരാം. അപ്പം ഇതിനകത്ത് ഞാനിപ്പോൾ കാണിക്കുന്ന സ്വിംഗ് ട്രേഡിങ്ങിൽ അദാനി എൻ്റർപ്രൈസിൻ്റെ 1 hour ടൈം ഫ്രെയിമിലാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി അറിയാൻ പറ്റും 2533.45 33 അത് മാർക്കറ്റ് റേറ്റ് ആണ്. ഇപ്പോഴത്തെ റൺ ചെയ്തിരിക്കുന്ന റിയൽ ടൈം മാർക്കറ്റ് പ്രൈസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഗ്രീൻ കളറിൽ അപ്പാരോ കാണുന്നില്ലേ, അത് നമുക്ക് ബൈ ചെയ്യാനുള്ള ഇൻഡിക്കേഷൻ തന്നെ. ഗ്രീൻ കളറിൽ അപ്പാരോ ബൈ. അപ്പോൾ നമുക്ക് ഈ സിഗ്നൽ വരുമ്പോൾ തന്നെ സോഫ്റ്റ്വെയർ എന്ത് കാണിക്കും, ഇതുപോലെ അലേർട്ട് മെസ്സേജ് വഴി ഇൻഡിക്കേഷൻ കാണിക്കും, ഇന്നതിനകത്ത് ഇങ്ങനെ ബൈ വന്നിട്ടുണ്ടോ എന്ന് കാണിച്ചു തരും. ഈ എക്സൽ ഷീറ്റ് പോലെ നമുക്ക് ഓരോന്ന് ഇങ്ങനെ ആഡ് ചെയ്തിടാം. അപ്പോൾ എനിക്ക് വേണ്ട ഒരു 10 ചാർട്ടിൽ സ്വിംഗ് ട്രേഡിങ്ങിൽ എനിക്കൊരു 5 or 10 ഷെയർസിനെ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ നേരെ ആഡ് ചെയ്തിട്ടാൽ മതി. അപ്പോൾ ഞാൻ ഇപ്പോൾ അദാനി എൻ്റർപ്രൈസ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനകത്ത് ബൈ വന്നു, ബൈ വരുമ്പോൾ തന്നെ ഇങ്ങനെ ഇൻഡിക്കേഷൻ തരും. അതുപോലെ ഏറ്റവും മേളിൽ നോക്കിയാൽ നമുക്ക് ആക്ച്വലി ഈ ബൈ വന്നിരിക്കുന്നത് 5-ാം തീയതി സെപ്റ്റംബർ 5-ന് വന്നതാണ്. 2497.30 നമുക്ക് 12:15 5 സെപ്റ്റംബറിൽ 5-ാം തീയതി നമുക്ക് വന്ന ബൈ ആണ് 2497.30. അതിപ്പോൾ നിൽക്കുന്ന 2533 നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സിഗ്നൽ വരുമ്പോൾ നമ്മൾ ടെക്നിക്കൽ അനലൈസ്, അപ്പോൾ നമ്മൾ എന്തിനാണ് ഈ ടെക്നിക്കൽ അനലൈസ് ഇങ്ങനത്തെ സ്ട്രാറ്റജീസ് ഒക്കെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ആ ട്രേഡിങ്ങിലുണ്ടാകുന്ന ലോസിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയർ സിഗ്നൽ തന്നെന്ന് പറഞ്ഞാൽ നമ്മൾ കയറി ബൈ എടുക്കില്ല. ഇപ്പോൾ ഇവിടെ ബൈ വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം ഈ ഒരു റേറ്റിൽ നിന്ന് മാർക്കറ്റ് കയറിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ബൈ സിഗ്നലുണ്ട്, ഇനി ഇത് കൺഫേം ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ബൈ വരുമ്പോൾ തന്നെ നമ്മളിതിന് ഓട്ടോമാറ്റിക്കലി ഇവിടെ കൺഫർമേഷൻ വരും, ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ എടുക്കില്ല. അപ്പോൾ നമുക്കിവിടെ ബൈ സിഗ്നൽ വന്നു. ഇതിൻ്റെ കൺഫർമേഷൻ എങ്ങനെ ചെക്ക് ചെയ്യുന്നത് വെച്ചാൽ നോക്കുക, പ്രൈസ് ഇവിടെ ബൈ സോൺ എഴുതി കാണിക്കും. ഇതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും, നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് വെച്ചാൽ മാത്രം മതി അവിടെ ഉണ്ടോ ഇല്ലയോ എന്ന്. ബൈസിക്കിൾ വന്ന ശേഷം പ്രൈസ് ഇവിടെ ബൈസോൺ, അതായത് ബൈസിക്കിൾ വന്ന ശേഷം നമ്മൾ നോക്കാവുള്ളൂ. പ്രൈസ് ബൈസോൺ, അതുപോലെ ഈ സിഗ്നൽ വന്നില്ല, ബൈസിക്കിളിൽ താഴത്തെ ബാർ ഉണ്ടല്ലോ, ഓരോരോ ബാർസ് പോലെ ഇല്ലേ, അപ്പോൾ ആ ബാർ എന്തായിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. ഈ 2 കൺഫർമേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ആ ബൈ അവിടെ നിന്ന് എടുക്കാവുന്നതാണ്. ബൈസിക്കിൾ വന്ന ശേഷം പ്രൈസ് ബൈസോൺ ബാറിൻ്റെ കളർ ഗ്രീൻ ആണെങ്കിൽ നമുക്ക് ഈ ലെവലിൽ അതാണ് എൻ്റർപ്രൈസിനെ ബൈ ചെയ്തിടാം. അപ്പോൾ ഇനി എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ളതുണ്ടല്ലോ, അതും സോഫ്റ്റ്വെയറിനെ കാണിച്ചു തരും. ഇപ്പോൾ 2497 നമ്മൾ ഇതിനെ ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ സോഫ്റ്റ്വെയർ പറയുന്നുണ്ട് 2524.70 ആകുമ്പോൾ നമുക്ക് എക്സിറ്റ് കൊടുക്കാമെന്ന് സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും നമുക്ക് 24.70 ആണ് സോഫ്റ്റ്വെയർ എന്ന ഫസ്റ്റ് ടാർഗറ്റ്. അപ്പോൾ 33 നിൽക്കുകയാണ്, അതായത് നമുക്ക് ഫസ്റ്റ് എക്സിറ്റ് ചെയ്യാനുള്ള ലെവൽ കടന്നുപോയി. അപ്പോൾ നമുക്ക് സോഫ്റ്റ്വെയറിനെ കാണിച്ചാൽ ഈ ലെവൽ വരുമ്പോൾ എക്സിറ്റ് കൊടുക്കുക. അത് നമ്മൾ ഡിപ്പെൻഡ്, നിങ്ങൾക്കിപ്പം ആ ലെവലിൽ എക്സിറ്റ് എടുക്കാമായിരുന്നു. ഇപ്പോൾ നമ്മൾ എക്സിറ്റ് ചെയ്തില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ എന്താ ചെയ്യണം, സ്റ്റോപ്പ് ലോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ട്രെയിലിംഗ് സ്റ്റോപ്പ് ലോസ് ഏറ്റവും താഴെ, അത് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് സെക്കൻഡ് ടാർഗറ്റിലോട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ സെക്കൻഡ് ടാർഗറ്റ് എന്ന് വെച്ചാൽ 2546 കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഈ ഒരു റെഡ് സ്റ്റാർ ഇല്ലേ, ആ റെസിസ്റ്റൻറ്റ് ഇന്ന് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് കയറിക്കൊണ്ടിരിക്കുകയാണ്. റെസിസ്റ്റൻറ്റ് ലെവലിൽ ബ്രേക്ക്, അപ്പോൾ ഇനിയൊരു മാർക്കറ്റ് ഒരു അപ് ട്രെൻഡ് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്തു എന്ന് വിചാരിക്കുക, എന്നിട്ട് അപ്പോൾ ഇന്നിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റീ എൻട്രി ഓപ്ഷൻ ഉണ്ട്. റീ എൻട്രി എന്ന് വെച്ചാൽ സോഫ്റ്റ്വെയർ രണ്ടാമത് പറയുന്നുണ്ട് ആ ഒരു ലെവലിൽ, അതായത് ഇന്ന് എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് 8-ാം തീയതിയാണ്. അപ്പോൾ 8-ാം തീയതി സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നുണ്ട് 2527. അപ്പോൾ ഈ ഇന്നത്തെ ആ ലെവലൊക്കെ കയറിയിട്ടാണ് 33 വന്നിരിക്കുന്നത്. 27-ൽ ഒരു എക്സിറ്റ് ലെവൽ എൻട്രി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ 2497 5-ാം തീയതി ഒരു എൻട്രി എടുത്തല്ലോ, അതിൻ്റെ ടാർഗറ്റ് അടിച്ച് നമ്മൾ എക്സിറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ ഇന്ന് സോഫ്റ്റ്വെയർ കാണിച്ചു തരുന്നുണ്ട് ബൈ റീ എൻട്രി. എന്താണെന്ന് വെച്ചാൽ നമ്മൾ മാർക്കറ്റ് ഓൾറെഡി കയറിപ്പോയല്ലോ, ആ കയറിയ ലെവലിൽ നിന്ന് സോഫ്റ്റ്വെയർ തരുന്നൊരു ഓപ്ഷനാണ് റീ എൻട്രി എടുക്കാനുള്ള. അതായത് ഒരാൾ നമ്മൾ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത ശേഷം ഇന്ന് നമുക്ക് വേണമെങ്കിൽ റീ എൻട്രി എടുക്കാമെന്ന്, സെയിം സിഗ്നൽ, അതിനാണ് അവിടെ റീ എൻട്രി ഓപ്ഷൻ കാണിക്കുന്നത്. 2527.90 സോഫ്റ്റ്വെയർ
സോഫ്റ്റ് രണ്ടാമത് എൻട്രി ചെയ്യാനുള്ള ഓപ്ഷനാണ്. അതിൻ്റെ ടാർഗറ്റ് സോഫ്റ്റ്വെയർ കൊടുത്തിരിക്കുന്ന 2555 വരുമ്പോൾ എക്സിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ റീ എൻട്രി നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഓൾറെഡി ഫസ്റ്റ് ടാർഗറ്റ് എക്സിറ്റ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റിലോട്ട് വെയിറ്റ് ചെയ്യാം. സെക്കൻഡ് ടാർഗറ്റ് 46-ൻ്റെയാണ്. അപ്പോൾ റീ എൻട്രി ഓപ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഫസ്റ്റ് എൻട്രി മിസ് ചെയ്ത ആൾക്കാർക്കും ആ റീ എൻട്രി ഓപ്ഷനിൽ കയറാവുന്നതാണ്. അല്ലെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റിൽ എക്സിറ്റ് ചെയ്ത ആൾക്കാർക്ക് രണ്ടാമത് എൻട്രി എടുക്കണമെങ്കിൽ അതിനകത്ത് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു എബോവ് 90% ആക്യൂറസി ഉറപ്പ് തരുന്ന ഒരു സ്വിംഗ് ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. ഈസി ടു ലേൺ, അതാണ് അതിൻ്റെ മെയിൻ. അതായത് നമുക്കൊരു വളരെ ഈസി ആയിട്ട് ഫോളോ ചെയ്യാൻ നമ്മൾ പറഞ്ഞു തരും. പിന്നെ ഈ സെറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇതിനകത്ത് എല്ലാം സേവ് ആയിട്ട് നിന്നോളൂ. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കും സിമ്പിളായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ് നമ്മുടെ. ഇപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് വന്ന് കാണണമെന്ന് കാണില്ലെങ്കിൽ ഓൺലൈൻ തന്നെ നമ്മൾ പഠിപ്പിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ കണ്ടതിന് നന്ദി.